പക്ഷേ എന്റെ നാട്ടിൽ നിങ്ങൾ പോയപ്പോ ആരെങ്കിലും പറഞ്ഞോ ഇയാള് പലിശയുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട്, ഇയാള് കള്ളക്കണ്ണീരിന്റെ ആളാണെന്ന്? എന്റെ നാട്ടുകാരെവിടെയും എഴുതിയിട്ടില്ലല്ലോ. കാരണം നല്ലവരായ എന്റെ നാട്ടുകാർക്ക് എന്നെ പറ്റി അറിയാം. പക്ഷേ നിങ്ങളെപ്പറ്റി എഴുതിയത് ഞങ്ങളെ നാട്ടുകാരല്ലല്ലോ, അല്ലെങ്കിൽ കട്ടുപ്പാറയുടെ അടുത്ത സ്വദേശിയായ ഞാനല്ലല്ലോ എഴുതിയത്, നിങ്ങളുടെ നാട്ടുകാരല്ലേ എഴുതുന്നത്. അക്കരച്ചിലെ കള്ളക്കണ്ണീരാണ് കേട്ടോ, അത് പലിശക്ക് കൂട്ടി നിൽക്കുന്ന കരച്ചിലാണ് കേട്ടോ എന്നൊക്കെ എഴുതി വിട്ടിട്ടുണ്ട്. എവിടെ എന്ന് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഇൻഷാ അല്ലാഹ് ഇനി നമുക്കതും കാണിക്കാം. അപ്പൊ ഇതാണ് കോലം. ഈ നിലക്ക് ഇനിയതാ കടിച്ചതിനേക്കാൾ വലുത് മാളത്തിലല്ലേ. എന്തേ വലിയ ശൈഖുന ആകെ കൂടി പലിശക്കേസിൽ പെട്ട് കിടക്കുകയല്ലേ. ഞാനതിവിടെ പറയേണ്ടതില്ലല്ലോ. കമാലിയയുടെ പേരിൽ, ഇമാം റാസി ട്രസ്റ്റിന്റെ പേരിൽ, മർക്കസ് കോംപ്ലക്സിന്റെ പേരിൽ അങ്ങനെ എന്തെന്ത് കഥകളാണ് പറയാനുള്ളത്. ഈ പാവപ്പെട്ട ആളുകളെ പോലെയൊന്നുമല്ലല്ലോ. നിങ്ങൾക്ക് പിന്നെ പലിശ കോടികളുടെ കണക്കല്ലേ. നിങ്ങൾ 5ഉം 10ഉം ഒന്നും വാങ്ങില്ലല്ലോ, നിങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളുമല്ലേ പ്രശ്നം. ഇനി കിട്ടിയാൽ തന്നെ അത് എവിടെ നിന്നെങ്കിലും പിരിച്ചു കൊണ്ടുവന്നാൽ തന്നെ ജനങ്ങളുടെ മുമ്പിൽ കരഞ്ഞ് 4 കാശുണ്ടാക്കി കൊണ്ടുവന്നാൽ പിന്നെ അത് മലബാർ മഹോത്സവത്തിന് കുച്ചുപ്പൊടി ആടാനും ഡാൻസ് ആടാനും വരുന്ന പെൺകുട്ടികളുടെ ചെലവിലേക്കും സംഭാവന ചെയ്യാനും ശൈഖുനാക്കും മടിയുണ്ടായിട്ടില്ലല്ലോ. ഇത് ഈ ഉള്ളവൻ വെറുതെ പറയുന്നതല്ലല്ലോ, നിങ്ങളുടെ പത്രങ്ങളിൽ വന്നതല്ലേ. അതേപോലെ തന്നെ നിങ്ങൾ മുമ്പൊരിക്കൽ ഇവിടെ വിമർശിച്ച ഹസൻ സഖാഫി ഇല്ലേ, അയാളും അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊന്നും ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ചെന്റെ സമയം കളയുന്നില്ല. അതൊക്കെ ആവശ്യമായി നിങ്ങൾക്ക് നിലക്ക് കാണാം പിന്നീട്.